മെയ് 25 പെന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ തിങ്കളാഴ്ച. യോഹന്നാൻ 20:19 മുതൽ 23 വരെ വാക്യങ്ങൾ. 2ാം ക്ലാസ്സിലെ ഒരു അധ്യാപിക മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് ഒരു പാഠം നൽകി. അതിൻ്റെ പ്രവർത്തനങ്ങളും ഉപയോഗങ്ങളും കുട്ടികളോട് വിവരിച്ചു. അടുത്ത ദിവസം അധ്യാപിക ഒരു എഴുത്ത് പരീക്ഷ നടത്തി. ചോദ്യങ്ങളിലൊന്ന്, എൻ്റെ മുഴുവൻ പേരിന് 6 അക്ഷരങ്ങളുണ്ട്. എൻ്റെ പേര് എമ്മിൽ ആരംഭിക്കുന്നു. എൻ്റെ പ്രവർത്തനങ്ങളിലൊന്ന് താഴെപ്പോയ സാധനങ്ങൾ എടുക്കുക എന്നതാണ്. മറ്റൊരു പ്രവർത്തനം ആളുകളെ എന്നിലേക്ക് ആകർഷിക്കുക എന്നതാണ്. ഞാൻ ആരാണ്? കുട്ടികളിൽ പകുതിയിലധികം പേരും നൽകിയ ഉത്തരം കണ്ട അധ്യാപിക അത്ഭുതപ്പെട്ടു. അവർ എഴുതി മദർ, അമ്മ. സ്വന്തം അനുഭവ പരിചയമുള്ള കൊച്ചുകുട്ടികൾ ഒരമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പെറുക്കിയെടുക്കുന്ന, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികളെ ആകർഷിക്കുന്ന വ്യക്തിയാണെന്ന് കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മാതൃനാമം ധാരാളം വികാരങ്ങൾ നമ്മളെ ഉണർത്തുന്നു. സ്നേഹം, വാത്സല്യം, ആർദ്രത, സ്വയംദാനം, ഊഷ്മളത, ദയുള്ള മനസ്സ്. ഒരു മാതാവ്, അമ്മ ഒരു ജീവൻ നൽകുന്നവളാണ്, ആശ്വാസദാതാവാണ്. അമ്മ ഒരു ശക്തിയാണ്, ക്ഷമിക്കുന്നവളും ഒരു അഭയവുമാണ്. നീണ്ട ജോലികളുടെയും കടമകളുടെയും പട്ടിക നമുക്ക് വേണേൽ കാണാം. വീടിൻ്റെ CEO, ഷെഫ്, ചിയർ ലീഡർ, ഹൗസ് കീപ്പർ, ഹെയർ സ്റ്റൈലിസ്റ്റ്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നയാൾ, ഭക്ഷണം ടെസ്റ്റ് ചെയ്യുന്ന വ്യക്തി, ഫാമിലി തെറപ്പിസ്റ്റ്, വസ്ത്രങ്ങൾ കഴുകുന്ന മെഷീൻ, അധ്യാപിക, കളിപ്പാട്ടം നന്നാക്കുന്ന വിദഗ്ധ, ധനകാര്യ മാനേജർ, ആർട്ട് ഡയറക്ടർ, ഡേ കെയർ പ്രൊവൈഡർ, കഥ പറയുന്ന വ്യക്തി, സ്റ്റെയിൻസ് റിമൂവർ, ബോഡി ഗാർഡ്, പെറ്റിനെ കെയർ ടേക്ക് ചെയ്യുന്നവൾ, മാർക്കറ്റിംഗ് ഡയറക്ടർ, ഗായിക, പോട്ടി ട്രെയിനർ തുടങ്ങിയവ. തീർച്ചയായിട്ടും ഇതിലും കൂടുതൽ നമുക്ക് ഒരമ്മ ചെയ്യുന്നത് ചിന്തിക്കാൻ കഴിയും. കത്തോലിക്ക തിരുസഭ മറിയത്തെ പല സ്ഥാനപ്പേരുകൾ നൽകി ആദരിക്കുന്നുണ്ട്. അതിലേറ്റവും സവിശേഷമായ സ്ഥാനപ്പേരുകളിൽ ഒന്ന് തിരുസഭയുടെ അമ്മ എന്നാണ്. ഇതിനർത്ഥം മറിയം യേശുവിൻ്റെ അമ്മ മാത്രമല്ല, അവനെ അനുഗമിക്കുന്ന എല്ലാവരുടെയും അമ്മയുമാണ്. നമ്മെ നയിക്കാനും സംരക്ഷിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ആത്മീയ അമ്മയായി യേശു മറിയത്തെ നമുക്ക് നൽകി. സഭയുടെ അമ്മ എന്ന സ്ഥാനപ്പേരിന് ബൈബിളിൽ വേരുകളുണ്ട്. കുരിശിൻ ചുവട്ടിൽ യേശു തൻ്റെ അമ്മയോട് ശിഷ്യനായ യോഹന്നാനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്നും. യോഹന്നാൻ നമ്മളെല്ലാം പ്രതിനിധീകരിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. ഈ നിമിഷത്തിൽ യേശു മറിയത്തെ സഭയ്ക്ക് ഒരു അമ്മയായി നൽകുകയായിരുന്നു. പെന്തക്കോസ്ത ദിനം ആദ്യ വിശ്വാസികളോടൊപ്പം മറിയവും ഉണ്ടായിരുന്നു. യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് മടങ്ങിയതിന് ശേഷം പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന അപ്പോസ്തലന്മാരോടൊപ്പം മറിയയും പ്രാർത്ഥിച്ചു. അങ്ങനെ തുടക്കം മുതൽ തന്നെ സഭയിൽ മറിയത്തിനുള്ള പ്രത്യേക സ്ഥാനം ഇത് കാണിക്കുന്നു. ദൈവത്തോടുള്ള മറിയത്തിൻ്റെ അതേ എന്ന ആ വാക്കിൽ നിന്നാണ് നമ്മുടെ അമ്മ എന്ന നിലയിൽ മറിയത്തിൻ്റെ പങ്ക് വരുന്നതെന്ന് സഭ പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ അമ്മയാകാൻ അവൾ അതേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കുമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകാനും
അവൾ അതേയെന്ന് പറഞ്ഞു. യേശുവിനുള്ള മറിയത്തിൻ്റെ ആഴമായ സ്നേഹത്തിൽ നിന്നാണ് മറിയത്തിൻ്റെ സഭയോടുള്ള സ്നേഹവും കരുതലും ഒഴുകുന്നത്. മറിയത്തെ സഭയുടെ മാതാവെന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനെ കൂടുതൽ അടുത്ത് പിന്തുടരാൻ മറിയം നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറിയം എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവളുടെ പുത്രനിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ യഥാർത്ഥ അനുയായികളായി ജീവിക്കാൻ അവൾ നമ്മെ നയിക്കുന്നതിനാൽ നമ്മൾ അവളെ ഏറ്റവും ബഹുമാനിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.